ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പത്ത് ഓഫ് വിസ്ഡം. ലോജിക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. പ്രപ്പോസിഷൻസ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ്. പ്രപ്പോസിഷൻസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് റീസണിങ്. കാരണം പറയുന്നതിൻ്റെ അടിസ്ഥാനമാണ് പ്രപ്പോസിഷൻസ് എന്നുള്ളത്. പ്രപ്പോസിഷൻസ് മീൻസ് പ്രസ്താവനകൾ. പ്രപ്പോസിഷൻസ് പറയുന്നത് സംതിങ് ഈസ് എ കേസ് ഓർ സംതിങ് ഈസ് നോട്ട് ദ കേസ്. ഒരു കാര്യം ശരിയാണോ അല്ലയോ എന്ന് പറയുന്നതാണ് പ്രപ്പോസിഷൻസ് എന്നുള്ളത്. എല്ലാ പ്രപ്പോസിഷൻസും ഒന്നെങ്കിൽ ശരിയായിരിക്കും അല്ലെങ്കിൽ തെറ്റായിരിക്കും. എയ്തർ ട്രൂ ഓർ ഫോൾസ്. പ്രപ്പോസിഷൻസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സെൻറ്റൻസസ്. അതായത് സെൻറ്റൻസിൽ വിഷസ് ഇൻക്ലൂഡ് ചെയ്യും, കമാൻഡ്, ഫീലിങ്സ്, ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ളത് സെൻറ്റൻസിൽ പെടും. പക്ഷേ പ്രപ്പോസിഷൻസിൽ ഇതൊന്നും പെടില്ല. അപ്പം എല്ലാ പ്രപ്പോസിഷൻസും സെൻറ്റൻസ് ആണ്, എല്ലാ സെൻറ്റൻസും പ്രപ്പോസിഷൻസ് അല്ല. ഫോർ എക്സാമ്പിൾ, ഐ വിഷ് യു എ ഗുഡ് ലക്ക്. അത് ഒരാളോട് വിഷ് ചെയ്യുന്നുള്ളതാണ്, നിനക്ക് ആശംസകൾ വിഷ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊരു സെൻറ്റൻസ് ആണ്, ഇതൊരു പ്രപ്പോസിഷൻ ആവില്ല. കാരണം ഇതിലൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ്, ഒരു ഫാക്റ്റ് പറയുന്നില്ല. സോ ദിസ് ഇസ് നോട്ട് എ പ്രപ്പോസിഷൻ. ഇതിലൊരു ട്രൂവോ ഫോൾസോ ഒന്നും അടങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഇത് പ്രപ്പോസിഷൻ അല്ലാത്തത്. ഇനി പ്രപ്പോസിഷൻ ക്യാൻ ബി എക്സ്പ്രെസ്ഡ് ഇൻ എനി ലാംഗ്വേജ്. ഏത് ലാംഗ്വേജിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലൊരു ഫാക്റ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രപ്പോസിഷൻ. അതായത് ഇറ്റ്സ് റെയിനിങ് എന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ മഴ പെയ്യുന്നു. ഇത് ഏത് ഭാഷയിൽ പറഞ്ഞാലും അതെന്താണ്, ഒരു ഫാക്റ്റാണ്, ഒരു ഇൻഫർമേഷനാണ് കൊടുക്കുന്നുള്ളത്. സോ ദാറ്റ് ഈസ് എ പ്രപ്പോസിഷൻ. ഇനി കം ഹിയർ എന്നുള്ളത്, ഇവിടെ വാ എന്നത് മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷ് പറഞ്ഞാലും ഇനി ഏത് ലാംഗ്വേജിൽ പറഞ്ഞാലും ഇറ്റ് വിൽ നെവർ ബിക്കം എ പ്രപ്പോസിഷൻ. കാരണം അതിലെന്തില്ല, തെറ്റോ ശരിയോ ഇല്ല. അടുത്തതായി ഫോംസ് ഓഫ് പ്രപ്പോസിഷൻ ആണ് പറയുന്നുള്ളത്. മെയിൻലി 4 ഫോംസ് ഓഫ് പ്രപ്പോസിഷൻ ആണ് ഉള്ളത്. ഒന്ന് യൂണിവേഴ്സൽ അഫർമേറ്റീവ്, രണ്ടാമത്തേത് യൂണിവേഴ്സൽ നെഗറ്റീവ്, മൂന്നാമത്തേത് പെർട്ടിക്കുലർ അഫർമേറ്റീവ്, നാലാമത്തേത് പെർട്ടിക്കുലർ നെഗറ്റീവ്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് AEIO എന്ന് ഓർത്താൽ മതി. യൂണിവേഴ്സൽ അഫർമേറ്റീവ് A, യൂണിവേഴ്സൽ നെഗറ്റീവ് E, പെർട്ടിക്കുലർ അഫർമേറ്റീവ് I, പെർട്ടിക്കുലർ നെഗറ്റീവ് O. ഓളും നോ ആണ് യൂസ് ചെയ്യുന്നുള്ളത് ഇവിടെ. ഓക്കെ, യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അനുകൂലമായിട്ടുള്ളത്, പോസിറ്റീവായിട്ടുള്ളത്. അപ്പം എല്ലാവരും ഓൾ എസ് ഇസ് പി, എല്ലാ എസ്സും പി ആണ്. യൂണിവേഴ്സൽ നെഗറ്റീവ് അതായത് എല്ലാം നെഗറ്റീവായിട്ടുള്ള, പ്രതികൂലമായിട്ടുള്ളത്. അപ്പോൾ നോ എസ് ഇസ് പി. എസും പിയും ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തതാണ്. പെർട്ടിക്കുലർ അഫർമേറ്റീവ് അതായത് പെർട്ടിക്കുലറായിട്ട് പ്രത്യേകമായിട്ടുള്ള കുറച്ച് എണ്ണം അഫർമേറ്റീവ് അനുകൂലമായിട്ടുള്ളത്. അപ്പം സം എസ് ഇസ് പി. പെർട്ടിക്കുലർ നെഗറ്റീവ് അതായത് പെർട്ടിക്കുലറായിട്ടുള്ള കുറച്ച് എസ് എന്താണ്, നെഗറ്റീവാണ്. അപ്പം സം എസ് ഇസ് നോട്ട് പി. ഇതാണ് 4 ടൈപ്പ് ഓഫ് പ്രിപ്പോസിഷൻസ്. ദിസ് ഈസ് അബൌട്ട് പ്രിപ്പോസിഷൻ. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നുള്ളത് ആർഗ്യുമെൻറ്റ്സ് എന്നുള്ളത് ആർ മെയ്ഡ് ഫ്രം പ്രപ്പോസിഷൻസ്. പ്രപ്പോസിഷനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ആർഗ്യുമെൻറ്റ്സ് എന്നുള്ളത്. ആർഗ്യുമെൻറ്റ്സ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് പ്രപ്പോസിഷൻ ഇൻ വിച്ച് വൺ കൺക്ലൂഷൻ ഈസ് സപ്പോർട്ടഡ് ബൈ അതേഴ്സ്. ഫോർ എക്സാമ്പിൾ, അതായത് ഇതിൽ പ്രിമൈസസ് തന്നിട്ടുണ്ടാവും. ആ പ്രിമൈസസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കൺക്ലൂഷനും തന്നിട്ടുണ്ടാവും. ഇതിനെ മൊത്തത്തിൽ പറയുന്നുള്ളതാണ് ആർഗ്യുമെൻറ്റ് എന്നുള്ളത്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് പ്രപ്പോസിഷനാണ്. ഈ 3 ഗ്രൂപ്പ് ഓഫ് പ്രപ്പോസിഷൻ എന്ന് പറയും. ഒരു പ്രപ്പോസിഷൻ പ്രിമൈസ് 1 എന്നുള്ളത് ഒരു പ്രപ്പോസിഷൻ, അടുത്തത് പിന്നെ ഒരു പ്രപ്പോസിഷൻ, കൺക്ലൂഷൻ എന്നുള്ളത് പിന്നെ ഒരു പ്രപ്പോസിഷൻ. ഇതിനെ മൊത്തത്തിൽ കൂടിയിട്ട് ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ ഹ്യൂമൻ. ഇത് രണ്ടും പ്രിമൈസ് ആണ്. അത് രണ്ടും വെച്ചിട്ടൊരു കൺക്ലൂഷൻ എഴുതി, ദെർഫോർ സോക്രട്ടീസ് ഈസ് മോർട്ടൽ. ഇത് ഡിഡക്റ്റീവിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ പറഞ്ഞതിൻ്റെ പ്രസക്തി മാത്രം പറഞ്ഞുതരാം. അതായത് ഇതൊക്കെ പ്രപ്പോസിഷൻസ് ആണ്. ഒരു പ്രപ്പോസിഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് അടുത്ത പ്രപ്പോസിഷൻ വന്നിട്ടുള്ളത്. അപ്പം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കൺക്ലൂഷൻ വന്നിട്ടുള്ളത്. അപ്പം ആർഗ്യുമെൻ്റ് എന്നുള്ളത് ഇതിനെ മൊത്തത്തിൽ പറയുന്നുള്ളതാണ്. എ ഗ്രൂപ്പ് ഓഫ് പ്രപ്പോസിഷനെ പറഞ്ഞിട്ടുള്ളതാണ് ആർഗ്യുമെൻ്റ് എന്നുള്ളത്. ഇനി പറയാനുള്ളത് ഇൻഫറൻസിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു പ്രോസസ്സാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കണക്റ്റിംഗ് പ്രപ്പോസിഷൻസ് ടു ഡ്രോ എ കൺക്ലൂഷൻ. ഒരു പ്രപ്പോസിഷനിൽ നിന്ന് മറ്റൊരു പ്രപ്പോസിഷനിലെ കണക്റ്റ് ചെയ്യുന്നുള്ള രീതി, അതാണ് ഇൻഫറൻസ് എന്ന് പറയുന്നുള്ളത്. അതായത് ഫോർ ഈ എക്സാമ്പിളിൽ
ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ എന്ന് പറഞ്ഞു. ഇനി ആ ഹ്യൂമണിനെ കണക്ട് ചെയ്തിട്ടാണ് അടുത്ത പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് രണ്ടിനും കണക്ട് ചെയ്തിട്ടാണ് കൺക്ലൂഷൻ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കണക്റ്റിംഗ് പ്രോസസ്സിനെ പറയുന്നതാണ് ഇൻഫറൻസ് എന്നുള്ളത്. ഇൻ എവറി ഇൻഫറൻസ് ഹാസ് എ കോറസ്പോണ്ടിങ് ആർഗ്യുമെൻറ്റ്. ഓരോ ഇൻഫറൻസിൻ്റെയും അവസാനത്തിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാവും. അതായത് ഒന്ന് മറ്റൊന്നിനോട് കണക്ട് ചെയ്തിട്ട് പിന്നെ എന്താവും, അവിടെ കുറേ പ്രിമൈസസ് ഉണ്ടാവും, ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് മൊത്തത്തിലൊരു ആർഗ്യുമെൻ്റ് ഉണ്ടാവുന്നുള്ളത്. ആർഗ്യുമെൻ്റ് ഈസ് നോട്ട് ജസ്റ്റ് കളക്ഷൻ ഓഫ് സെൻറ്റൻസ്. ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നുള്ളത് വെറുതെ കുറേ സെൻറ്റൻസ് അല്ല, പക്ഷേ അതിലെന്തുണ്ടാവണം, ഒരു ലോജിക്കലായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാവണം. അല്ലാതെ ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ള സെൻറ്റൻസ് അല്ല. ആൻഡ് പാർട്സ് ഓഫ് ആർഗ്യുമെൻറ്റിൽ ഏതൊക്കെ പാർട്സ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. പ്രിമൈസസ് ഉണ്ടാവും, കൺക്ലൂഷൻ ഉണ്ടാവും. ഇത് രണ്ടും കൂടി മൊത്തത്തിൽ വന്നിട്ടുള്ളതാണ് ആർഗ്യുമെൻറ്റ് എന്നുള്ളത്. ആർഗ്യുമെൻറ്റ് എന്നുള്ളത് ഇറ്റ് ക്യാൻ ബി സിമ്പിൾ ഓർ കോംപ്ലെക്സ്. ആർഗ്യുമെൻറ്റ് ചില ആർഗ്യുമെൻറ്റ്സ് ഷോർട്ടായിരിക്കും, ഈസി ആയിരിക്കും, ചിലത് ലോങ് ആയിരിക്കും, ഇൻട്രിക്കേറ്റ് ആയിരിക്കും, കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ആർഗ്യുമെൻറ്റ് ഏത് തരത്തിൽ വേണമെങ്കിലും ആവാം. സോ ഇതാണ് ആർഗ്യുമെൻറ്റിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, റെക്കഗ്നൈസിങ് ആർഗ്യുമെൻറ്റ്സ്. ആർഗ്യുമെൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുൻപ് അതിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു പാസേജിലുള്ള ആർഗ്യുമെൻറ്റേറ്റീവായിട്ടുള്ള സംഭവം വേർതിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കൺക്ലൂഷനും പ്രിമൈസസും അതിൻ്റെ കോമൺ ആയിട്ടുള്ള വേർഡ്സും ഫ്രേസസും നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. കൺക്ലൂഷനിൽ കണ്ടുപിടിക്കാനുള്ള വേർഡ്സിനെ പറയുന്നതാണ് കൺക്ലൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. പ്രിമൈസസ് കണ്ടുപിടിക്കാനുള്ള വേർഡ്സിനെ പറയുന്നതാണ് പ്രിമൈസ് ഇൻഡിക്കേറ്റേഴ്സ്. കൺക്ലൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് കൊടുത്തിട്ടുള്ളത് ടേബിളിൽ. Therefore, hence, so, accordingly, in consequence, consequently, proves that, as a result, for this reason, thus. ഇതുപോലുള്ള വേർഡ്സ്. ഇനി പ്രിമൈസ് ഇൻഡിക്കേറ്റേഴ്സിൽ പെട്ടതാണ് സിൻസ്, ബിക്കോസ്, ഫോർ, ആസ്, ഫോളോസ്, ആസ് ഷോൺ ബൈ, ആസ് മച്ച് ആസ്. അപ്പം മനസ്സിലാക്കുക, കൺക്ലൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു റിസൾട്ട് പറയുന്ന സമയത്ത് therefore അവസാനം പറയുന്നതാണ്. ആൻഡ് പ്രിമൈസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് കാരണം പറയുന്നുള്ളതാണ്. അതിൻ്റെ മീനിങ്ങും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് റെക്കഗ്നൈസിങ് ആർഗ്യുമെൻറ്റ്. അടുത്ത ടോപ്പിക് ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് ആൻഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രിമൈസസ് തന്നിട്ട് അതിൽ നിന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ട്. ഇതിനെ മൊത്തത്തിൽ പറയുന്നുള്ളതാണ് ആർഗ്യുമെൻറ്റ് എന്നുള്ളത്. ഇനി ഈ ആർഗ്യുമെൻറ്റിനെ 2 classes ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്, സെക്കൻഡ് വൺ ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്. ഫസ്റ്റ് വൺ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇതിൽ പറയുന്നുള്ളത് കൺക്ലൂഷൻ എന്നുള്ളത് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ഇറ്റ്സ് പ്രിമൈസസ്. പ്രിമൈസസിൻ്റെ സഹായത്തോടു കൂടിയാണ് കൺക്ലൂഷനിലേക്ക് എത്തുന്നുള്ളത്. ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റിൽ ഒന്നെങ്കിൽ കൺക്ലൂഷൻ വാലിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിരിക്കും. വാലിഡ് ആവുന്നത് എപ്പോഴാണ്? പ്രിമൈസസ് ശരിയാവുമ്പോഴത്തേക്ക് കൺക്ലൂഷനും ശരിയാവും. പ്രിമൈസസിൽ ഏതെങ്കിലും ഒന്ന് തെറ്റുണ്ടെങ്കിൽ കൺക്ലൂഷനും തെറ്റാവും. ഇതാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ ഹ്യൂമൻ ബീയിങ്. ഇത് 2 പ്രിമൈസസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രിമൈസസ് എന്താണ്? എല്ലാ മനുഷ്യന്മാരും മോർട്ടൽ, മരിച്ചു പോകുന്ന ആൾക്കാരാണ്. സെക്കൻഡ് പ്രിമൈസസ് സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്. അപ്പം നമുക്ക് കൺക്ലൂഷനായിട്ട് എന്ത് പറയാം? therefore. നേരത്തെ പറഞ്ഞിട്ടില്ല, കൺക്ലൂഷൻ ഇൻഡിക്കേറ്ററാണ് therefore എന്നുള്ളത്. അപ്പോൾ therefore എന്ത് പറയാം? ഇറ്റ് ഈസ് എ കൺക്ലൂഷൻ ഇൻഡിക്കേറ്റർ. സോക്രട്ടീസ് ഈസ് മോർട്ടൽ, സോക്രട്ടീസും മരിച്ചു പോവും, അതായത് എല്ലാ മനുഷ്യന്മാരും മരിച്ചു പോവും. രണ്ടാമത്തെ പ്രിമൈസ് പറയുന്നുള്ളത് സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്. അപ്പം അവസാനം എന്ത് പറയാം? രണ്ടിനെയും ഒന്നിച്ചിട്ട് അതിൻ്റെ കൺക്ലൂഷൻ കണ്ടുപിടിക്കാം. സോക്രട്ടീസ് ഒരു മനുഷ്യനായതുകൊണ്ട് സോക്രട്ടീസും മരിച്ചു പോവും. ഇതാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റിൻ്റെ എക്സാമ്പിൾ. ദ സെക്കൻഡ് വൺ ഈസ് ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്. ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പെർട്ടിക്കുലർ ഫാക്ട്സ് ഉണ്ടാവും, അതിൽ നിന്ന് ഒരു ജനറൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നുള്ളതാണ് ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നുള്ളത്. ഇതിൽ പ്രൊബാബിലിറ്റി മാത്രമാണുള്ളത്, സെർട്ടൈൻ അല്ല, അതായത് സാധ്യത മാത്രമാണുള്ളത്. കൺക്ലൂഷൻ ശരിയാണ് എന്നതിൽ ഉറപ്പില്ല. വാലിഡ് അല്ലെങ്കിൽ ഇൻവാലിഡ് എന്ന് നമ്മളിവിടെ പറയില്ല. ഒന്നെങ്കിൽ കൺക്ലൂഷൻ സ്ട്രോങ് അല്ലെങ്കിൽ വീക്ക്, അല്ലെങ്കിൽ ഗുഡ് ഓർ ബാഡ്, അങ്ങനെയാണ് പറയാറുള്ളത്.
ഇവിടെ അഡീഷണൽ എവിഡൻസ് കൂടുതൽ ഒബ്സർവേഷൻസ് ഇടുന്തോറും ഈ ഒരു കൺക്ലൂഷൻ എന്നുള്ളത് കൂടുതൽ ഗുഡ് ആയിക്കൊണ്ട് പോകും. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിമൈസസ് എന്നുള്ളത് ഇവിടെ ഒബ്സർവേഷൻസ് ആണ്. എക്സാമ്പിൾ വെച്ച് നോക്കാം. അരിസ്റ്റോട്ടിൽ ഈസ് ഹ്യൂമൻ ആൻഡ് മോർട്ടൽ. ഇത് നമ്മൾ നേരത്തെ പ്രിമൈസ് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഇതൊരു ഒബ്സർവേഷനാണ്, നമ്മൾ നടത്തുന്നുള്ള ഒരു ഒബ്സർവേഷൻ. അരിസ്റ്റോട്ടിൽ ഒരു മനുഷ്യനാണ് ആൻഡ് അയാൾ മരിക്കും. ബേക്കൺ എന്നുള്ളത് ഒരു മനുഷ്യനാണ്, അയാളും മരിക്കും. ഡെസ്കാർട്ടസ് എന്നുള്ളത് ഒരു മനുഷ്യനാണ്, അയാളും മരിക്കും എന്ന് വെച്ചിട്ട് therefore is the conclusion indicator all humans are mortal. എല്ലാ മനുഷ്യന്മാരും മരിച്ചു പോകും. ഇവിടെ ആകെ 3 ആൾക്കാരെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് വെച്ച് ഒരു ഹോളായിട്ടുള്ള സംഭവത്തിൻ്റെ കൺക്ലൂഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇറ്റ് ഈസ് ഓൺലി പ്രോബബിൾ നോട്ട് സർട്ടീൻ. ഇതിലൊരു സാധ്യത മാത്രമാണ് ഉള്ളത്, ഉറപ്പില്ല. കാരണം ഇവിടെ എന്ത് കൊടുത്തിട്ടില്ല? ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ എന്നുള്ളൊരു സംഭവം നമ്മൾ കൺക്ലൂഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 3 ആൾക്കാർ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നുള്ളത്. 3 ആൾക്കാർ മരിക്കും എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മൊത്തം ആൾക്കാർ മരിക്കും എന്നുള്ളൊരു അർത്ഥമില്ല. കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സാമ്പിൾ മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്ത എക്സാമ്പിളിൽ മനസ്സിലാവും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇന്നലെ സൂര്യൻ ഉദിച്ചു, അതിൻ്റെ മുമ്പത്തെ ദിവസം സൂര്യൻ ഉദിച്ചു, ഇന്നും സൂര്യൻ ഉദിച്ചു. ഇറ്റ് ഡസൻറ്റ് മീൻ നാളെയും സൂര്യൻ ഉദിക്കും എന്നതിൽ നമുക്ക് സാധ്യത മാത്രമാണുള്ളത്, ഉറപ്പില്ല. ഇതാണ് പിന്നൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഒബ്സർവേഷൻസ് ആണ് തന്നിട്ടുള്ളത്, എന്നിട്ട് അതിൽ നിന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ട്. ഇൻഡക്റ്റീവിൻ്റെയും ഡിഡക്റ്റീവിൻ്റെയും ഡിഫറൻസ് നോക്കാം. സ്റ്റാർട്ടിങ് എന്നുള്ളത് ഡിഡക്റ്റീവിൽ ഒരു ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ തന്നിട്ട് അതിൽ നിന്നൊരു പെർട്ടിക്കുലർ കൺക്ലൂഷനിലേക്ക് എത്തുന്നുള്ളതാണ്. ഇൻഡക്റ്റീവിൽ പെർട്ടിക്കുലർ ഫാക്റ്റ് തന്നിട്ട് ജനറൽ ആയിട്ടുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നുള്ളത്. ദെൻ പ്രിൻസിപ്പിൾ ഡിഡക്റ്റീവിൽ മൊത്തം ശരിയാണെങ്കിൽ കുറച്ച് ശരിയാണെന്നർത്ഥം. ഇൻഡക്റ്റീവിൽ കുറച്ച് ശരിയാണെങ്കിൽ മൊത്തം ശരിയാണ് എന്നതർത്ഥം. എക്സാമ്പിളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻഡക്റ്റീവിൽ എന്താണ്, കുറച്ച് ആൾക്കാർ മനുഷ്യന്മാരാണ് മരിക്കും എന്നുള്ളത് പറഞ്ഞു. അപ്പം ആസ് എ ഹോൾ മൊത്തത്തിൽ മരിക്കും എന്നുള്ള അർത്ഥമായി. ഡിഡക്റ്റീവിൽ എങ്ങനെയാണ്, ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ മോർട്ടൽ, എല്ലാ ആൾക്കാരും മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പം അതിലുള്ള ചില ആൾക്കാരും കൂടി മരിച്ചു പോകും. മൊത്തത്തിൽ പറഞ്ഞിട്ട് കൺക്ലൂഷനിൽ കുറച്ച് പറയാന്നുള്ളത്. മൂന്നാമത്തേതാണ് നേച്ചർ ഓഫ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഡിഡക്റ്റീവിൽ പ്രിമൈസസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷനും ട്രൂ ആയിരിക്കും. ഇൻഡക്റ്റീവിൽ പ്രിമൈസസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ പ്രൊബാബിൾ, സാധ്യത മാത്രമാണുള്ളത്, സർട്ടൈൻ അല്ല. ഫോർത്ത്, വാലിഡിറ്റി ഓഫ് ആർഗ്യുമെൻറ്റ്. ഡിഡക്റ്റീവ് ഒന്നെങ്കിൽ വാലിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിരിക്കും അതിൻ്റെ കൺക്ലൂഷൻ. ഇൻഡക്റ്റീവിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് either സ്ട്രോങ് ഓർ വീക്ക് അല്ലെങ്കിൽ ഗുഡ് ഓർ ബാഡ്. ഇനി ഫിഫ്ത്ത് വൺ, റിലയബിലിറ്റി. പുതിയ പ്രിമൈസസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺക്ലൂഷനിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇൻഡക്ഷനിൽ കൂടുതൽ എവിഡൻസസ് വരും തോറും, അതായത് കൂടുതൽ ഒബ്സർവേഷൻസ് വരും തോറും അതിൻ്റെ കൺക്ലൂഷൻ കൂടുതൽ സ്ട്രോങ്ങർ ആയിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നുള്ളത്. ഡിഡക്റ്റീവിൽ ലീപ്പില്ല, കൺക്ലൂഷൻ ഫോളോസ് നെസസറിലി ഫ്രം പ്രിമൈസസിൽ നിന്നാണ് കൺക്ലൂഷൻ വരുന്നുള്ളത്. ഇൻഡക്റ്റീവ് ലീപ്പ് ഉണ്ട്, അതായത് പെർട്ടിക്കുലർ കേസസ് ടു ജനറൽ ആയിട്ടുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് വരുന്നുള്ളത്. നേച്ചർ ഓഫ് വാലിഡിറ്റി. ഡിഡക്ഷനിൽ ഫോമൽ ലോജിക് ആണുള്ളത്, ഇൻഡക്റ്റീവിൽ മെറ്റീരിയൽ ലോജിക് ആണുള്ളത്. ഫോമൽ ലോജിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസേൺസ് വിത്ത് ഫോംസ് ആൻഡ് നെസസറി ട്രൂത്ത്. മെറ്റീരിയൽ ലോജിക് എന്ന് പറഞ്ഞാൽ കൺസേൺ വിത്ത് ട്രൂത്ത് ഇൻ ദ റിയൽ വേൾഡ്. എയിം ഓഫ് റീസണിങ് എന്ന് പറയുന്നത് ഡിഡക്റ്റീവിൽ എസ്റ്റാബ്ലിഷസ് സെർട്ടനിറ്റി, അതായത് ഉറപ്പുള്ളൊരു സംഭവമാണ് തരുന്നുള്ളത്. ഇൻഡക്റ്റീവിൽ ഒരു പ്രൊബാബിലിറ്റി മാത്രമാണ് തരുന്നുള്ളത്. അടുത്തതായി അബ്ഡക്റ്റീവ് റീസണിങ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ചാൾസ് സാൻഡേഴ്സ് പിയേഴ്സ്. ഇതിൻ്റെ മീനിങ് എന്നുള്ളത് ടു ഡിറ്റർമൈൻ ദ പ്രീ കണ്ടീഷൻ, മുമ്പത്തെ കാരണങ്ങൾ കണ്ടെത്തലാണ് ഇതിൻ്റെ അബ്ഡക്റ്റീവ് റീസണിങ്ങിൻ്റെ അർത്ഥം വരുന്നുള്ളത്. ഇതിൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ആൻ ഒബ്സർവേഷൻ, സീക്ക് ദ ബെസ്റ്റ് പോസിബിൾ എക്സ്പ്ലനേഷൻ. ഒബ്സർവേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ബെസ്റ്റ് എക്സ്പ്ലനേഷനാണ് കൺക്ലൂഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഇൻഡക്ഷന് പോലെ തന്നെ ഇറ്റ് ഈസ് ആംപ്ലിയേറ്റീവ്. ഇത് പ്രിമൈസസിൻ്റെ അപ്പുറത്തും പോകുന്നുണ്ട്. അതായത് ഇതിൽ നമ്മൾ പറയുന്നത് ഒബ്സർവേഷൻസ് ആണ്, പ്രിമൈസസ് അല്ല. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് നെസസറി, പക്ഷേ ബെസ്റ്റ് എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുക്കുന്നുള്ളത്. നമ്മൾ നേരത്തെ കൺക്ലൂഷന് കൊടുത്ത പോലെ തന്നെ ഇവിടെ എക്സ്പ്ലനേഷൻസ് ആണ് കൊടുക്കുന്നുള്ളത്. എക്സാമ്പിൾ നോക്കാം. വെൻ ഇറ്റ് റെയിൻസ് ദ ഗ്രാസ് ഗെറ്റ്സ് വെറ്റ്.
മഴ പെയ്യുന്ന സമയത്ത് പുല്ലുകൾ നനയും. ദ ഗ്രാസ് ഈസ് വെറ്റ്. ഇപ്പം എന്താണ്, പുല്ല് നനഞ്ഞിട്ടുണ്ട്. അപ്പം ദെർഫോർ നമുക്ക് എന്ത് പറയാം, ഇറ്റ് മസ്റ്റ് ഹാവ് റെയിൻഡ്. മഴ പെയ്തിട്ടുണ്ടാവും. ബട്ട് ദിസ് ഇസ് ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ബട്ട് നോട്ട് സർട്ടൻ. ഇതൊരു എക്സ്പ്ലനേഷൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. എന്തില്ല, സർട്ടൻ അല്ല, ഉറപ്പില്ല. കൺക്ലൂഷൻ അല്ല ഇവിടെ ഉള്ളത്. വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു വഴിയിൽ ഫുട് പ്രിൻറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു നായ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടിരുന്നു. അപ്പം ചിലപ്പോൾ നായ ഇതിലേക്ക് കയറിയിട്ടുണ്ടാവും. നമ്മൾ അവിടെ എന്താണ് കൊടുക്കുന്നത്, ഒരു എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്നുള്ളത്. ഒരു കൃത്യമായിട്ടുള്ള കൺക്ലൂഷൻ അല്ല അവിടെ കൊടുക്കുന്നുള്ളത്. ഇതാണ് അബ്ഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ എക്സ്പ്ലനേഷൻസ് ആണ് കൊടുക്കുന്നുള്ളത്, കൺക്ലൂഷൻസ് അല്ല. അടുത്തത് ഡെറിവേഷൻ ഓഫ് ദ വേർഡ് നോക്കാം. ഡിഡക്ഷൻ, ഇൻഡക്ഷൻ, അബ്ഡക്ഷൻ എന്ന വേർഡ് ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഡ്യൂക്കെയർ മീൻസ് ടു ലീഡ്. ഇതിൽ പ്രെഫിക്സ് ആയിട്ടുള്ള ഡി പറയുന്നുള്ളത് വിച്ച് മീൻസ് ഫ്രം എന്നതാണ്. അതായത് ഡിഡക്ഷൻ, ഡക്ഷൻ എന്ന് വന്നിട്ടുള്ളത് ഡ്യൂക്കെയർ, ഡി എന്ന് വന്നിട്ടുള്ളത് ഫ്രം, ലീഡിങ് ഫ്രം അക്സെപ്റ്റഡ് ഫാക്ട്സ്. ഇൻഡക്ഷൻ്റെ ഇന്ന് വന്നിട്ടുള്ളത് ടുവേർഡ്സ്, ഇറ്റ് മീൻസ് ലീഡിങ് ടുവേർഡ്സ് ജനറലൈസേഷൻ. അബ് വന്നിട്ടുള്ളത് എവേ, ലീഡിങ് എവേ ടു ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ. ഇതാണ് ഡെറിവേഷൻ ഓഫ് ദ വേർഡ്. അടുത്ത ടോപ്പിക്കാണ് ട്രൂത്ത് ആൻഡ് വാലിഡിറ്റി. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ളത്. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ളത് ഇറ്റ് ഈസ് എ ക്വാളിറ്റി ഓഫ് ഇൻഡിവിജ്വൽ പ്രപ്പോസിഷൻ. ഇൻഡിവിജ്വൽ പ്രപ്പോസിഷന് സ്റ്റേറ്റ്മെൻറ്റ് എന്നും കൂടി പറയാം. ഇത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോൾസ്, അതിൻ്റെ ക്വാളിറ്റിനെയാണ് ഫോൾസ് അല്ലെങ്കിൽ ട്രൂ എന്ന് പറയുക. വാലിഡ് അല്ലെങ്കിൽ ഇൻവാലിഡ് എന്ന് പറയില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ട്രൂത്ത് മീൻസ് എഗ്രിമെൻറ്റ് വിത്ത് റിയാലിറ്റി ഓർ ഫാക്റ്റ്. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാക്റ്റ് ആയിട്ടുള്ളത്, അതായത് കറക്റ്റ് എക്സാക്റ്റ് ഉള്ള സംഭവത്തിന് എഗ്രി ചെയ്യാന്നർത്ഥം. ട്രൂത്ത് പറയുന്നുള്ളത് ഇറ്റ് ഈസ് ടെസ്റ്റഡ് ബൈ സയൻസ്. എക്സ്പെരിമെൻ്റലി ടെസ്റ്റ് ചെയ്തിട്ടാണ് അതിനെ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയുന്നുള്ളത്. ഇതാണ് ട്രൂത്ത് എന്നുള്ളത്. അടുത്തത് വാലിഡിറ്റി. വാലിഡിറ്റി മീൻസ് ഇറ്റ് ഈസ് എ ക്വാളിറ്റി ഓഫ് ആർഗ്യുമെൻറ്റ്സ്. മൊത്തത്തിലുള്ളത് പറയുന്നതാണ് വാലിഡോ ഇൻവാലിഡോ എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു പ്രപ്പോസിഷന് ട്രൂ ഓർ ഫോൾസ് എന്ന് പറയും, മൊത്തത്തിലുള്ള ആർഗ്യുമെൻറ്റിന് വാലിഡ് ഓർ ഇൻവാലിഡ് എന്ന് പറയും. An argument is valid if the conclusion follows necessarily from the premises. പ്രിമൈസസ് കൊടുത്തിട്ടുണ്ടാവും, അതിൽ കറക്റ്റായിട്ടുള്ള കൺക്ലൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ആർഗ്യുമെൻറ്റ് വാലിഡ് ആണെന്ന് പറയാം. വാലിഡിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ലോജിക്കൽ സ്ട്രക്ചർ. ഫാക്റ്റ് അല്ല ഇതിൽ പറയുന്നുള്ളത്, ലോജിക്കലിയാണ് നമ്മളിതിൽ നോക്കുന്നുള്ളത്. അപ്പം ട്രൂത്തിൽ ഫാക്റ്റാണ് നോക്കുന്നുള്ളത്, വാലിഡിറ്റിയിൽ ലോജിക്കാണ് നോക്കുന്നുള്ളത്. It is not tested by science, it is tested by logic. ഡിഫറൻസ് മനസ്സിലാക്കുക. ട്രൂത്ത് എന്നുള്ളത് ഇറ്റ് ഈസ് ടെസ്റ്റഡ് ബൈ സയൻസ്, വാലിഡിറ്റി എന്നുള്ളത് ഇറ്റ് ഈസ് ടെസ്റ്റഡ് ബൈ ലോജിക്. That's all about today's class. Hope you understand. Thank you all. Bye. Please like, share and subscribe.